കൊല്ലം ജില്ലയിലെ മനോഹരമായ സ്പോട്ടുകളിലൊന്ന് അമ്പനാട് എസ്റ്റേറ്റ്. നമ്മുടെ ആര്യങ്കാവ് പോകുന്ന വഴിയിൽ നിന്ന് കുറച്ചകത്തോട്ട് വരുമ്പോൾ ഇവിടെ എത്തും. വാ, ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഹായ്, നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ എത്തിച്ചിരിക്കുന്ന അമ്പനാട് എസ്റ്റേറ്റിലാണ് കേട്ടോ. അമ്പനാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കിടു സ്ഥലമാണ്. കൊല്ലം ജില്ലയിലെ ഇങ്ങേയറ്റം തെമ്മലയൊക്കെ അടുത്ത് വരുന്നൊരു സ്ഥലമാണ്. ചെറിയ ഒരു മൂന്നാറിൻ്റെ എഫക്റ്റാണ് കേട്ടോ ഇവിടെ മുഴുവൻ തേയിലത്തോട്ടങ്ങളും പിന്നെ ഏലക്കായും പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പും ഒക്കെ ഉള്ള ഒരു മനോഹരമായ ഒരു സ്പോട്ടാണ് ഈ അമ്പനാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. മൂന്നാറിൻ്റെ ക്ലൈമറ്റാണ്, ചെറിയ ഒരു എസ്റ്റേറ്റാണ്. ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റാണിത്. അപ്പോൾ ഈ എസ്റ്റേറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ 2 പാർട്ടായിട്ട് ഈ ഒരു വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ, ഇവിടെ കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇപ്പം നമ്മൾ മേളി വരെ പോകുകയാണെങ്കിൽ മനോഹരമായ സ്പോട്ടാണ് ഇത്. ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ്. ഇപ്പോൾ ഇവിടെ എസ്റ്റേറ്റുകൾ, റബ്ബർ എസ്റ്റേറ്റ്, താഴെ റബ്ബർ എസ്റ്റേറ്റും മേളി വന്നിട്ട് ഇങ്ങനെ തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. അപ്പോൾ തേയിലത്തോട്ടങ്ങൾ, ഗ്രാമ്പു, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, പേരയ്ക്കൊക്കെ കൃഷി ചെയ്യുന്ന വലിയ നല്ലൊരു ഹാരിസൻ്റെ എസ്റ്റേറ്റാണ്. വർഷങ്ങൾ കൊണ്ട് ഹാരിസൺ പ്ലാന്റേഷൻ ഇവിടെ ഇങ്ങനെ എസ്റ്റേറ്റൊക്കെ നടത്തി ചില്ലായിട്ടുള്ള അടിപൊളി ഒരു സ്ഥലമാണ്. നമുക്ക് കയറിപ്പോകാനൊക്കെ അവർ സമ്മതിക്കും കേട്ടോ. നമുക്ക് മേളിൽ കയറിപ്പോകാനൊക്കെ അവർ സമ്മതിക്കും. അപ്പോൾ ഇത് അവരുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അമ്പനാട് എസ്റ്റേറ്റ് കൊല്ലം ജില്ലയിലുള്ളവർക്ക് പോലും അധികം അറിയപ്പെടാത്ത ഒരു സ്ഥലം. റോഡിൽ നിന്നും ഇതുപോലൊരു റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൂടെ കയറി ഇങ്ങനെ ഒരു ഹൈ റേഞ്ചിലേക്ക് പോവുകയാണ് നമുക്കിനി അവിടുത്തെ വിശേഷം അവിടെ ചെന്നിട്ട് കാണാം. ഓക്കേ, അങ്ങനെ നമ്മൾ നേരെ ആ എസ്റ്റേറ്റിലേക്ക് എത്തുകയാണ്. നല്ല മനോഹരമായ എസ്റ്റേറ്റാണ്. ഒരു സൈഡിൽ നമുക്കിങ്ങനെ നല്ലൊരു കൊക്കയും, നമ്മൾ മേളിലേക്ക് കയറിപ്പോവാണ്. അപ്പോൾ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന റോഡും, ഒരു സൈഡിൽ കൊക്കയും, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വളഞ്ഞ റോഡിലൂടെ ഇങ്ങനെ ഹെയർ പിൻസ് വഴി ഇങ്ങനെ കയറിപ്പോകാം. ഓരോ വളവ് കഴിയുമ്പോഴും നമുക്കിങ്ങനെ എന്താണ് അടുത്തത് എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കും. ഇങ്ങനെ മേളിലേക്ക് പോയ ശേഷം അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് വഴി നമ്മൾ അകത്ത് കയറിയെങ്കിൽ മാത്രമേ യഥാർത്ഥ അമ്പനാട് എസ്റ്റേറ്റിലെത്തുള്ളൂ. ഇന്ന് ഗേറ്റിന് മുമ്പിൽ വരെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഗേറ്റിൻ്റെ മുമ്പിലൂടെ പോകാം. പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്കൂടൊക്കെ നോക്കട്ടെ, തപ്പിപ്പിടിച്ച് പോവാം. നല്ല അടിപൊളി ഗ്രാമ്പ് ഒക്കെ നിൽപ്പുണ്ട്. ഗ്രാമ്പ് പൂത്ത മണമാണ് ഇവിടെ എല്ലാം. മനോഹരമായ മണം കേട്ടോ. അതിൻ്റെ ഇലയൊക്കെ തളിർത്ത് പൂത്ത് കിടക്കുകയാണ്. അപ്പം മനോഹരമായ ഒരു കാഴ്ചയാണ് അമ്പനാട് എസ്റ്റേറ്റിലേക്കുള്ളത്. അപ്പം നമുക്കിങ്ങനെ ഹെയർ പിൻസൊക്കെ തിരിഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുന്ന ഓരോ കാഴ്ചകൾ നമുക്കിങ്ങനെ വിവരിച്ച് പോകാം. പോകുന്ന വഴിക്ക് നല്ലൊരു വെള്ളച്ചാട്ടം, ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടമായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ബുള്ളറ്റേൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. വണ്ടിയിൽ തന്നെ ഇരുന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് ഓർത്തു. നല്ല മനോഹരമായ സ്പോട്ടാണ് കേട്ടോ. നമ്മൾ ഇടുക്കിയിലൊക്കെ ചെന്ന് ഓരോ വളവൊക്കെ തിരിയുമ്പോൾ കാണുന്ന ഈ തേയില പ്ലാന്റേഷനെ പോലെ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ അമ്പനാട് എസ്റ്റേറ്റിലെ. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും മറ്റുമെല്ലാം ഈ പോകുന്ന വഴിയിലൊക്കെ ഉണ്ട്. അതെ, ഒരു ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് ആനപ്പിണ്ടൊക്കെ തേണ്ടി ഇങ്ങനെ പോകാം. ഭയങ്കര എന്താ പറയുക, വന്യജീവികളൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരുപാട് വന്യജീവികൾ ഈ ഏരിയയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ അടുത്ത് ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ ഒരുപാട് വളവുകളും തിരിവുകളും തിരിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പനാട് എസ്റ്റേറ്റിലേക്ക് എത്താൻ. ഒരു ബൈക്കറിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള യാത്രകൾ വളരെ സന്തോഷം നൽകുന്നതാണ്. ഒരു വളവ് തിരിഞ്ഞ് നല്ല മനോഹരമായ ശാന്തമായ വഴി, ആരും വേറെ ഇല്ലാത്ത വഴി. ഇത്ര മനോഹരമായ ഒരു വഴിയിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോഴേ നമുക്കൊരു ശാന്തതയും മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ. ഒരു റൈഡർ എപ്പോഴും ഇതുപോലുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ നമുക്കും ഇതുപോലുള്ള യാത്രകൾ ചെയ്ത് മുന്നോട്ട് പോകും. ഞാനും എൻ്റെ പുലിക്കുട്ടിയും കൂടെയാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. പിന്നെ കൊല്ലം ജില്ലയിലും കേരളത്തിൻ്റെ എവിടെയും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. ഈ മനോഹരമായ രംഗങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്ത് സന്തോഷമാണ്. കൊല്ലം ജില്ലയാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമോ? അങ്ങനെ
നമുക്ക് ഈ തേയിലത്തോട്ടങ്ങളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഈ തേയിലത്തോട്ടങ്ങളിലേക്ക് പോയി തേയിലത്തോട്ടങ്ങളിലുള്ളിൽ എന്താണൊക്കെ എന്ന് നോക്കിയിട്ടൊക്കെ വരാം. അങ്ങനെ തേയിലത്തോട്ടങ്ങളുടെ ഉള്ളിലേക്ക് നടക്കുകയാണ്. അപ്പോൾ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെയുള്ള ഒരു യാത്ര കൊല്ലം ജില്ലയിൽ. അപ്പോൾ നാണ്ട ഇവിടെ പോയി കൊല്ലം ജില്ലയിലെ ചെറിയ മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാട് എസ്റ്റേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹാരിസൺ മലയാളത്തിൻ്റെ അമ്പനാട് എസ്റ്റേറ്റ്. തേയിലത്തോട്ടങ്ങളൊക്കെ കൊണ്ട് മനോഹരിതമാണ് ഈ ഒരു എസ്റ്റേറ്റ്. ഈ കാണുന്നത് തേയിലയാണ്, കൊളുന്ത് നുള്ളിയ തേയിലയാണ് കാണപ്പെടുന്നത്. ഈ തോട്ടങ്ങളുടെ ഇടയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ എന്ത് മനോഹരതയുണ്ട് കേട്ടോ. കുറേ നേരമൊക്കെ ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് പോകണമെന്നാണ് എൻ്റെ മനസ്സെന്നോട് പറയുന്നത്. അപ്പം ഞാൻ ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കുറേ നേരം ഇരിക്കുകയാണ്. ആരുമില്ല, സന്തോഷമായിട്ട് സമാധാനമായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. പിന്നെ പണിക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. ഈ ഏരിയയിൽ കൂടെ പണിക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ മേളിൽ താമസിക്കുന്ന കുറച്ച് പണിക്കാരുണ്ട്, അവർ മാത്രമാണ് സാധാരണ ഇവിടെ കാണപ്പെടുന്നത്. അല്ലാതെ അങ്ങനെ ആരും ഇവിടെ ഉണ്ടാകുകയില്ല. പിന്നെ വന്യമൃഗങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറച്ചൊന്ന് സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ വന്യമൃഗങ്ങൾക്ക് നമ്മളാരാണെന്നറിയില്ലല്ലോ, നമ്മളെ പിടിച്ച് കീറി വെക്കും. അപ്പോൾ നമുക്ക് കൊല്ലം ജില്ലയിലെ തുടർന്നുള്ള വിശേഷങ്ങൾ ഇങ്ങനെ കണ്ടു പോകാം കേട്ടോ. ഇത് ഈ അമ്പനാട് എസ്റ്റേറ്റ് പോലെ അടിപൊളി സ്പോട്ടുകളുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. ഈ ചാനൽ നിങ്ങൾ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് വഴിയാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ ഒരു ചെറിയ യാത്രയാണ് കേട്ടോ. ഭയങ്കര മനോഹരമായ സൂപ്പർ ക്ലൈമറ്റ് ആണ്, നല്ല സുന്ദരമായ സ്ഥലമാണ് അമ്പനാട് എസ്റ്റേറ്റ്. നിങ്ങൾക്ക് വന്നാൽ ചിലപ്പം കയറ്റിവിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് തന്നെ കയറ്റിവിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ആ ചേട്ടനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കയറി വരാം. നല്ല മനോഹരമായ സ്പോട്ടാണ്. ഞാനിങ്ങനെ മേളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നൊരു ചെറിയ സ്പോട്ട് കാണിച്ചിട്ട് പിന്നെ വേറൊരു ദിവസം വേറെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്രയാണ് അമ്പനാട് എസ്റ്റേറ്റിന്റെ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെയുള്ള യാത്ര. മനോഹരമായ സ്ഥലമാണ് കേട്ടോ. നമ്മൾ മൂന്നാറിലൊക്കെ പോയ ഫീലാണ് ഇവിടെ വരുമ്പോൾ. കൊല്ലം ജില്ലയിൽ മൂന്നാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ നമ്മൾ പറയണം. കൊല്ലം ജില്ലയിലെ മൂന്നാറാണ്. ഇനി മൂന്നാർ കാണണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് കൊല്ലത്തുനിന്ന് ഇടുക്കി വരെ ഒന്നും പോകണ്ട കേട്ടോ. മനോഹരമായ ഒരു മൂന്നാർ കാണാൻ അമ്പനാട്ട് വന്നാൽ മതി. നല്ല സൂര്യാസ്തമയം സൂര്യോദയവും അടിപൊളിയായിട്ട് നമുക്കിവിടെ നിന്ന് എൻജോയ് ചെയ്യാം. നല്ല തണുത്ത ക്ലൈമറ്റാണ്. അപ്പോൾ ഈ തേയിലത്തോട്ടങ്ങളുടെ മനോഹരമായ തേയിലകളാട്ടോ. അപ്പോൾ ഇവിടെ വർക്കേഴ്സ് വരുന്നുണ്ട്. ഇവരവിടെ താമസിച്ചുകൊണ്ട് തേയിലയൊക്കെ കൊളുന്ത് പറിക്കാനും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുന്ന ഒരു എസ്റ്റേറ്റ് ആണ്. ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ മലയുടെ മുകളിലൊക്കെ കണ്ടോ, മനോഹരമായ മല. ഒരു ഇടുക്കി ജില്ലയിലെ മൂന്നാറിലൊക്കെ പോയി നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. മനോഹരമായ ഒരു അനുഭൂതി, ഒരു പ്ലസന്റ് കാലാവസ്ഥയാണിത്. ഞാൻ വരുന്ന ഒരു മഴക്കാലത്താണ്. നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഇവിടെ ആന, പുലി അതുപോലുള്ള വന്യജീവികളും ഇവിടെ ഉണ്ട്. ഞങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് യാനപ്പിണ്ടൊക്കെ കാണാമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനം ഇവിടെ ഉണ്ട്. ഇവിടെ മുഴുവൻ ചീവീടുകളാണ്. ചീവീടുകൾ, ചെറുത് മുതൽ വലുത് വരെയുള്ള ചീവീടുകൾ ഇവിടെയുണ്ട്. ഇതൊരു ചീവീടാണ്. ഇവിടെ മുഴുവൻ ഇങ്ങനെ കിരി 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 സൗണ്ട് ഉണ്ടായിക്കൊണ്ട് ഈ ചീവീടുകളുണ്ട് കേട്ടോ. തണൽ മരങ്ങൾ, നല്ല സുന്ദരമായ കാറ്റ് ഒക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത.
വൈകുന്നേരം രാവിലെയൊക്കെ വരുന്നതെങ്കിൽ നല്ല മഞ്ഞും കൂടെ കാണാൻ സാധിക്കും. നല്ല അടിപൊളി മഞ്ഞും കൂടെ കാണാൻ സാധിക്കും. അടുത്ത വീഡിയോയിൽ അതെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അമ്പനാടിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അതുണ്ടാവുന്നതാണ്. അമ്പനാട് എസ്റ്റേറ്റ് നല്ല കൂൾ ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നല്ല വന്യമൃഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ റോഡിൽ ആനപ്പിണ്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ വളരെ ഫ്രഷ് ആനപ്പിണ്ടാണ്. ഇന്ന് രാവിലെയോ ഇന്നലെ രാത്രിയിലോ കണ്ടുള്ള നല്ല ഫ്രഷ് ആനപ്പിണ്ടാണ്. അപ്പം ഇത് ഒരു വന്യമൃഗങ്ങൾ നല്ല ഒരുപാട് ഉള്ള ഒരു സ്ഥലമാണ്. ഒരു കാട് തന്നെയാണ് കേട്ടോ. നല്ല തേയിലത്തോട്ടങ്ങളും ഗ്രാമ്പുവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി സ്പോട്ടാണിത്. ആര് വന്നാലും ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ് ഇത്. അടിപൊളി സ്പോട്ടാണ്, മനോഹരമായ സ്പോട്ട്. പ്ലാന്റേഷന്റെ അമ്പനാട് എസ്റ്റേറ്റ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അമ്പനാട് എസ്റ്റേറ്റിലെ വെള്ളച്ചാട്ടങ്ങളുടെയൊക്കെ കൂടെ നമുക്ക് സെൽഫി എടുക്കാം, നമുക്ക് വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അമ്പനാട് എസ്റ്റേറ്റിന്റെ ഫസ്റ്റ് പാർട്ടാണിത്. സെക്കൻഡ് പാർട്ട് പുറകെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ അമ്പനാട് എസ്റ്റേറ്റ് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ സ്റ്റേ ട്യൂൺ. വെള്ളച്ചാട്ടവും മഴയും മലയും പുഴയും അതുപോലെ ഒരു മനോഹരമായ ഹെയർപിൻസൊക്കെ കടന്ന് നമുക്കിനി അടുത്ത അമ്പനാട് എസ്റ്റേറ്റിൻ്റെ കൂടുതൽ സൗന്ദര്യം ആസ്വദിക്കുവാൻ വേണ്ടി പോകാം. ശരി, വരൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിലും മനോഹരമായ അമ്പനാട് എസ്റ്റേറ്റിൻ്റെ സുന്ദര കാഴ്ചകളുമായി നമ്മളെത്തുന്നതാണ്. കുട്ടു 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 അടിച്ച് ഞങ്ങളെങ്ങനെ പോവുകയാണ് കേട്ടോ, നല്ല അടിപൊളി സ്ഥലത്തേക്ക് വീണ്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.